നമസ്കാരം. അപ്പോൾ നമുക്ക് സുണ്ടലാണ്. സുണ്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന സുണ്ടലാണ്. അത് നമ്മൾ വൈറ്റ് ചീനയിലാണ് പൊതുവെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ബ്ലാക്ക് ചീനയിലാണ് സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലെ സിമ്പിൾ മെത്തേഡാണ്. ഭയങ്കര മസാല ഒന്നും വേണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന ഭയങ്കര മസാല ഒന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് മസാല എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വരും. ഇത് സുണ്ടലാണ്, ബോയിൽ ചെയ്ത സുണ്ടലാണ്. പിന്നെ ഇതിനകത്ത് മസാല ചേരുന്നത് ഉപ്പ്, ജീരകപ്പൊടി, ചില്ലി പൗഡർ, കുരുമുളക്. പിന്നെ വന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ചേരുന്ന ക്യാരറ്റ്, പിന്നെ നാരങ്ങ, പിന്നെ പച്ചമുളക്, തക്കാളി, പിന്നെ മാങ്ങ, പിന്നെ വലിയ സവോള, പിന്നെ വന്നിട്ട് സലാഡ് കുക്കുമ്പർ, പിന്നെ മല്ലിയില. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. എന്നിട്ട് എണ്ണയൊന്നും ചേരില്ല. പ്രത്യേകിച്ച് നമുക്ക് എണ്ണയെ ചേരുന്നതല്ല പ്രിപ്പറേഷൻ. നമ്മൾ നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, പിന്നെ വളരെ ടേസ്റ്റിയാണ്. പിന്നെ സ്നാക്സായിട്ട് സൂപ്പറായിട്ട് ഉപയോഗിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് നമ്മൾ കടകളിലൊക്കെ വാങ്ങി ഫ്രൈഡ് ഐറ്റംസ് എല്ലാം കഴിക്കുന്നത് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഹെൽത്ത് കൺസേൺ ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കഴിക്കും. കൊച്ചുകുട്ടികൾക്ക് കഴിക്കാം, വലിയ ആൾക്കാർക്ക് കഴിക്കാം, വയസ്സായ ആൾക്കാർക്ക് കഴിക്കാം. അപ്പം സിമ്പിളായിട്ട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചുതരാം. ഈ സിമ്പിൾ മെത്തേഡിൽ സിമ്പിൾ മസാല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതേപോലെ കുക്കുമ്പർ ചെറിയ കഷ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്യാം. ചെറിയ കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്യുന്നത്. വലിയ കഷ്ണം നമ്മൾ കടിക്കുമ്പോൾ റോ ആയിട്ടിരുന്നെങ്കിൽ നന്നായിട്ടിരിക്കുള്ളൂ കഴിക്കാനായിട്ട്. അതേപോലെയാണ് മാങ്ങയും കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ മാങ്ങ കട്ട് ചെയ്തു, തക്കാളി കട്ട് ചെയ്തു, തക്കാളി കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ പച്ചമുളക് ചെറിയ കഷ്ണം, കുറച്ചുകൂടെ ചെറുതാണ്. ശകല ചെറുതാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മുടെ സവോള കുറച്ച് ചെറുതാക്കാം. മല്ലിയില ഫൈനലി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മല്ലിയിലയാണ്. അപ്പം കണ്ടല്ലോ, സലാഡ് കുക്കുമ്പർ കട്ട് ചെയ്തിട്ടുണ്ട്, മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ വന്നിട്ട് നമ്മുടെ പച്ചമുളക്, പിന്നെ തക്കാളി, പിന്നെ സവോള, മല്ലിയില. അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും സവോളയും പിന്നെ നമ്മുടെ മല്ലിയിലയും ചെറിയ കഷ്ണം കട്ട് ചെയ്യുന്നത്. ബാക്കി തക്കാളി, പിന്നെ നമ്മുടെ മാങ്ങ, പിന്നെ വന്നിട്ട് സലാഡ് കുക്കുമ്പർ കുറച്ച് വലുതായിട്ട് നമ്മുടെ ഈ ചെന്നൈയുടെ ആ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അടുത്ത കുക്കിംഗ് പ്രോസസ്സാണ്. ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുക. എൻ്റെ മുകളിൽ നമ്മൾ പെട്ടെന്ന് ആവുന്ന കുക്കിങ്ങാണ്. എനിക്ക് തോന്നുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് നമ്മളാണ് കുക്ക് ചെയ്യുന്നത്. പറ്റും. റെഡി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഉപ്പ്, പിന്നെ കുരുമുളക്, പിന്നെ ശകലം ജീരകപ്പൊടി, പിന്നെ ശകലം ചില്ലി പൗഡർ. അപ്പോൾ അത് നമ്മൾ സ്ലോ ഫയർ നമ്മൾ എണ്ണ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല, വെറും സ്ലോ ഫയർ. ഇനി ഷോർട്ട്സ് എത്ര ആ മല്ലിയില, പിന്നെ പച്ചമുളക്, അതും കൂടെ നമ്മൾ എണ്ണയില്ലാതെ നമ്മൾ സോട്ടയാണ്. എണ്ണയില്ല, നമ്മുടെ ഈ ജീരകത്തിൻ്റെ എല്ലാം മണം വരുന്നത്, പെപ്പറിൻ്റെ എല്ലാം മണം വരുന്നത്. അപ്പം അങ്ങനെ 2 മിനിറ്റ് സോട്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ശകലം വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുക. അപ്പോൾ കുറച്ച് അത് പറ്റി കുറച്ചുകൂടെ കുക്കാവും. അല്ല, സുന്ദരം വേണം. ലെമൺ പിടിച്ചെടുക്കാം. ഇടാൻ പോകുന്നത് ഈ ചെന്ന, ഇത് കുറച്ചാണ് ചെറിയൊരു മസാല ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾ കൂടെ നമ്മൾ ഇടുക.
ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക, അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി റെഡിയാണ്. കുറച്ച് ലെമൺ ഇവിടെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതി റെഡിയാണ്. അതിൻ്റെ ഇപ്പോൾ അങ്ങനെയല്ല, ഇത് നല്ല മസാല, നല്ലോണം മസാലയെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. വൈറ്റ് ചെന്നൈയാണ്. അപ്പോൾ ഇതിനകത്ത് ഫൈനലി നമ്മൾ നാരങ്ങ നീരൊഴിക്കുകയാണ്. അപ്പോൾ നാരങ്ങ നീരൊഴിക്കുക, ഇതിനൊന്ന് അടച്ചു ഫൈനലി ആയി. ഇത് നമ്മൾ ഇതേപോലെ ഒരു അടപ്പെടുക്കുക. നമ്മൾ സ്ലോ ഫയറിൽ ഒരു 6-7 മിനിറ്റ് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യും. അപ്പം ആ ആവിയിലിരുന്ന് ആ വെജിറ്റബിൾ ചെറിയ ഭയങ്കര ബോയിലല്ല, ഭയങ്കര ഓവർ ബോയിലല്ല, ചെറുതായിട്ടൊന്ന് ആവി ആകുമ്പോഴത്തേക്കും ആ ഒരു ക്രഞ്ചിയും ആ ഒരു റോയ് എല്ലാം കൂടെ ചെന്നൈ കൂടെ ഒന്ന് സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അപ്പം നമ്മൾ 7 മിനിറ്റ് കഴിഞ്ഞു. 7 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കാൻ പോകണം. അപ്പോൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് തുറക്കാം. അടിപൊളിയായിട്ട് ആ വെജിറ്റബിളൊക്കെ ആ ഒരു നല്ലൊരു ടെക്സ്ചറിലായിരുന്നു. ഇതിന് പ്ലേറ്റ് മാറ്റി ഉപ്പ് ആവശ്യമുള്ള ഉപ്പിടാം, അത്രയും പലരുടെ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പോകണം അതല്ല, അത് നമ്മൾ കടയിൽ വാങ്ങുന്ന സിമ്പിൾ തന്നെയാണ്. ഇത് 0 ഓയിലാണ് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ. ഇത് 0 ഓയിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു സാധാ കടയിൽ വാങ്ങുന്ന നമ്മുടെ സുണ്ടൽ, അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം നമ്മൾ. സൂപ്പർ. എണ്ണയില്ലാതെ ഇപ്പോൾ വാങ്ങിയെങ്കിൽ അല്ലെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്നും ഹെൽത്തിയാണ്. 0 ഓയിലാണ്, 0 ഫാറ്റാണ്, റിച്ച് പ്രോട്ടീനാണ്. അപ്പം സൂപ്പറാണ്, കിടിലമാണ്.